ചിക്കനും ബീഫും ഒരേപോലെയുള്ള മീൻകറിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുവാണോ? അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്താണ് ചിക്കന് അല്ലെങ്കിൽ മട്ടന് ബീഫ് ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ സ്ഥിരം വിഭവം. അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ചാലോ? ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ വെള്ളപ്പത്തിനോ എന്തിനും കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളിയായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആരെയും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തേങ്ങ അരക്കുകയോ പിഴിയോ ഒന്നും വേണ്ട. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് മീനാണ്. നമ്മൾ ഏത് മീനാണോ എടുക്കുന്നത്, ഏത് മീനാലും കുഴപ്പമില്ല, പക്ഷേ കഷ്ണം മീൻ എടുക്കുന്നതാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അയക്കൂറ എന്നൊക്കെ പറയും, പല നാട്ടിൽ പല പേരാണ് പറയുക. ആ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ വരെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ ഒരു മാരിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട. പിന്നെ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും. ഇതിലേക്കുള്ള മറ്റ് ചേരുവകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ ഇത് മാരിനേഷൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മീനുണ്ടല്ലോ, അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒന്ന് ഇരുന്നോട്ടെ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുക. അപ്പം മീൻ നന്നായിട്ട് മുരിഞ്ഞു വരും. ഒരുപാട് സ്ലോ ഫ്ലെയിമിലിട്ടാൽ മീനിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലേക്ക് വേണ്ട. മീൻ ഒരുപാട് കുക്കായി പോകണ്ട, നമുക്ക് അങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി 2 സൈഡും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേ സെയിം എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ട് സ്പൈസസ് പൊട്ടിച്ചെടുക്കണം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നമുക്ക് ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം കേട്ടോ. അത് ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കണേ. ആ ഒരു ചോപ്പ് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചോപ്പ് ചെയ്തതാണ്. പച്ചമുളക് നോക്കി നമ്മൾ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കാരണം നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവ് നോക്കി ചേർക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നന്നായിട്ട് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ വഴന്ന് വരണം കേട്ടോ സവാള. ഈ സവാള വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. സവാള വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം കേട്ടോ. മസാലപ്പൊടികൾ ഒരുപാട് വേണ്ട. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെയൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി, ഓവർ വേണ്ട കേട്ടോ. ഇതൊരുപാട് മസാലക്കുത്തുള്ള കറിയൊന്നുമല്ല, തീരെ മസാലൻ്റെ കുത്തേ നമുക്ക് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ മസാലേൻ്റെ ആ റോ ടേസ്റ്റും പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 250 ml കപ്പിൽ 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ള പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള തേങ്ങാപ്പാലാണ്. LF കോക്കനട്ടിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ കലക്കിയാൽ നമുക്ക് തിന്നായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ 1 കപ്പ് വെള്ളത്തിലേക്ക് വേണ്ടത്. തിന്ന് തേങ്ങാപ്പാലിൻ്റെ ഇത് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടും. അങ്ങനെ ആ തേങ്ങാപ്പാലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. വട്ടത്തിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കണേ. അതാണ് ഈ ഫിഷ് മോളീൻ്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെയും ചേർത്ത് കൊടുക്കാം, പക്ഷേ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് ആ തക്കാളി ഉണ്ടോ, തക്കാളിയൊക്കെ വെന്ത് ഇങ്ങനെ ഉടഞ്ഞു വരും.
തക്കാളീൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങി നമ്മുടെ മീനൊക്കെ ബാക്കിയുള്ളതും കൂടെ കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. കട്ടി തേങ്ങാപ്പാലെന്ന് പറയുമ്പം 4 ടേബിൾ സ്പൂൺ നമ്മൾ ഈ KLFൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കേട്ടോ, ഒരു കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്താൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ കട്ടി തേങ്ങാപ്പാൽ കിട്ടും. ഈ കട്ടി തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും തൂവിയാൽ നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ടോ എന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണേ. പിന്നെ KLFൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന തേങ്ങാപ്പാൽ ഡയറക്റ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. എന്നാൽ തേങ്ങാപ്പാലിൻ്റെ മിൽക്ക് പൗഡർ ആയതുകൊണ്ട് തന്നെ അത് കേടാവത്തില്ല. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആവശ്യത്തിന് എടുക്കുക, എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, ഈസിയുമാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ മിൽക്ക് പൗഡർ ഇതുപോലെ വാങ്ങി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്റ്റൂവും അതുപോലെ തന്നെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും വളരെ എളുപ്പത്തിലുള്ളൊരു കറിയാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അല്ലാതെ വീട്ടിലും വളരെ എളുപ്പത്തിൽ സമയം ലാഭിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. സ്റ്റൂവും ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് സ്റ്റൂവും പല റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഷ് മോളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.